ഹായ് ഫ്രണ്ട്സ്, സുഖമാണോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് നമ്മുടെ നാടൻ പുതിന ചട്നിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. വരും. ആദ്യം തന്നെ എണ്ണ നന്നായി ചൂടായി വന്നിട്ട് അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കണം. അതേ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക, തുള്ളി പച്ചമുളക് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. നമുക്കിത് വാങ്ങി വയ്ക്കും. തന്നെ നമ്മുടെ പുതിന ആഡ് ചെയ്യും. കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. എണ്ണ സെപ്പറേറ്റ് ആയി വരുന്നവരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ പുതിന ഇലയിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ആഡ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുതിന ഇതെല്ലാം വറുത്ത് വെച്ച സാധനങ്ങൾ അരച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ താളിച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടുക, ജീരകം, എള്ള്, വറ്റൽമുളക്, വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതിലേക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്യുക. നമ്മൾ വറുത്ത് വെച്ചിരുന്ന പുതിന കാര്യങ്ങൾ അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കല്ലുപ്പാണ് ആഡ് ചെയ്തിരുന്നത് കേട്ടോ. അത് പ്രത്യേകം കല്ലുപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ പുതിന ചട്നി റെഡിയാണ്. നമുക്കിത് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ? അപ്പം